ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സ്നേഹിതൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് അച്ഛനായതിനു ശേഷം മാത്രമല്ല, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ അന്ന് ഉണ്ടായിരുന്ന അറിവൊക്കെ അനുസരിച്ച് ഞാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞു. ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവപുത്രനായ, മനുഷ്യനും ദൈവവുമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കടന്നുപോയ, മനുഷ്യവർഗത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി തന്നെ മുഴുവനായി ബലിയർപ്പിച്ച് അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ ദ ഓൺലി സേവിയർ എന്നുള്ള രീതിയിൽ കടന്നുപോയ വ്യക്തിയാണ് ഈശോ. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അച്ഛന് ബോധ്യമുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ തയ്യാറാണ്. ഏതെല്ലാം രീതിയിലാണ് നമുക്കത് പറയാൻ സാധിക്കുക എന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞതെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ആ വെല്ലുവിളി ഒരു പരാജയം പോലെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ശരി, ഈ പറയുന്ന ഗുണഗണങ്ങൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, ഈ പറയുന്ന പ്രത്യേകതകൾ, സവിശേഷതകൾ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഈശോ ചുമ്മാ അങ്ങനെ വന്ന് എന്തെങ്കിലും പറഞ്ഞു കടന്നു പോയവനല്ല. പറഞ്ഞത് ജീവിച്ച് കാണിച്ചു തന്ന് അങ്ങനെ ആരോട് സംസാരിച്ചോ അവർക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന പേഴ്സണാലിറ്റി ഓഫ് കെനോസിസ്, ശൂന്യവൽക്കരണത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്നെ വളരെ ക്ഷമാപൂർവ്വം കേൾക്കാനിട വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജീസസ് ഈസ് ദ യുണീക്ക് സേവിയർ ഓഫ് ദ വേൾഡ്? ലോകത്തിൻ്റെ സമാനതകളില്ലാത്ത അതുല്യനായിട്ടുള്ള ദൈവപുത്രനായ രക്ഷകനാണ് ഈശോ എന്ന് പറയുന്നതിന് എന്താണ് കാരണം? അപ്പോൾ ഞാൻ അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടും അതിനേക്കാൾ ഉപരി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു. നമുക്കറിയാം, ഈശോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 14-ാമത്തെ വാക്യം, കന്യകയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു. അപ്പോൾ ഈശോ അത് ചരിത്രം പിന്നീട് നമ്മൾ കാണുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അത് തെളിയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാർ മുഖേന മുൻകൂട്ടി അറിയിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. രണ്ടാമത് നമ്മൾ കാണുന്നത് ദൈവപിതാവിനെ കാണിച്ചു തന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസേ, ഇത്ര നാൾ നീ എൻ്റെ കൂടെ നടന്ന് നീ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പിതാവിനെ കാണിച്ചു തരാൻ പറയുന്നത്? നീ എന്നെ കാണുമ്പോൾ പിതാവിനെ തന്നെയാണ് കാണുന്നത്. കാരണം ഞാനും പിതാവ് ഒന്നാണ്, ഞാൻ പിതാവിൽ നിന്നാണ്, പിതാവ് പറഞ്ഞത് ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുകയാണ്, ദൈവപിതാവിനെ കാണിച്ചു കൊടുത്ത രക്ഷകനായ ഈശോ. മൂന്നാമത് നമ്മൾ കാണുന്നത് ദൈവമായിരുന്നിട്ടും മനുഷ്യനായി കന്യകയിൽ നിന്ന് പിറക്കാൻ മടി കാണിക്കാത്തവൻ, കന്യകയിൽ നിന്ന് പിറന്നവൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് കന്യകയിൽ നിന്ന് ഈശോ ഈ ലോകത്തിൽ വന്ന് അവതീർണനായത്. നാലാമത് നമ്മൾ കാണുന്നത് കുഷ്ഠരോഗികളെ തൊട്ട് സുഖമാക്കിയവൻ. കുഷ്ഠരോഗികളെ പുറമ്പോക്കിലാക്കിയിരുന്ന സമൂഹത്തിൽ ജനിച്ചു വീണ ദൈവപുത്രനായ ഈശോ കുഷ്ഠരോഗികളെ തൊട്ട് ചുംബിച്ച് അവരെ സുഖപ്പെടുത്തി അങ്ങനെ അവർ പുതിയൊരു ജീവിതം നൽകി കടന്നു പോകും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത്. അഞ്ചാമതായി നമ്മൾ കാണുന്നത് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് നടക്കല്ല, അദ്ദേഹം വിശക്കുന്നവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകുക, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ ഈശോ
അപ്പോൾ മനുഷ്യരോട് ചേർന്ന് മനുഷ്യരുടെ വേദനയിൽ, മനുഷ്യരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവരെ ആ ദുഃഖങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ഒരു ഈശോയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അന്ധൻ്റെ കണ്ണ് തുറന്നവൻ, യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് അന്ധൻ്റെ കണ്ണുകൾ തുറക്കുന്നവൻ. പലസ്തീനയിലെ ജനം ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യസ്നേഹി, ഒരു മനുഷ്യന് ശക്തിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ അവിടെ അവർ കാണുകയാണ്. അന്ധൻ്റെ കണ്ണ് തുറന്നവൻ, മുടന്തനെ എഴുന്നേൽപ്പിച്ചവൻ. അതൊക്കെ നമ്മൾ പിന്നീട് ആദിമസഭയിലും കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ സുന്ദര കവാടം എന്ന് പറയുന്നിടത്ത് വർഷങ്ങളായിട്ട് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആ മുടന്തനെ പത്രോസ് യോഹന്നാനും കൂടി എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് തരാൻ ഇതാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ യേശു ക്രിസ്തു അവിടെയും നമുക്ക് ഒരു ജീവിക്കുന്ന ദൈവമായിട്ട് കാണാണ്. ഭൂതങ്ങളെ ആട്ടിപ്പായിച്ചവൻ, മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഭൂതങ്ങളെ ആട്ടിപ്പായിച്ച് അങ്ങനെ പിശാചുബാധ ഏറ്റവർക്ക് ഒരു പുതുജീവിതം കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ അന്ധകാര ശക്തികളെ നിയന്ത്രിച്ചവൻ, മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ധകാരത്തിൽ, അതായത് പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കഷ്ടപ്പെട്ടിരുന്ന മനുഷ്യരെ പ്രകൃതിയെ ശാസിച്ച് നിയന്ത്രിച്ചവൻ, അതാണ് കടലിന് മീതെ നടന്ന് കടലിനെ ശാന്തമാക്കിയ ഈശോയെ നമ്മൾ കാണും. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഏകാശ്രയമായിരുന്ന മകൻ മരിച്ചതിനെ ഓർത്ത് വിലപിച്ച് പോയിരുന്ന നായിമിലെ വിധവയെ ആശ്വസിപ്പിച്ച് ആ മകനെ ഉയർപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ഈശോയുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവ്, അവിടെയും നമ്മൾ കാണുന്നത് ഈശോയുടെ അഭൗമികമായിട്ടുള്ള ശക്തിയും അസ്തിത്വവുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആർക്കും മനസ്സിലാകാവുന്ന ഭാഷയിൽ സംസാരിച്ച് താൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഈ പ്രകാശത്തിൽ നടക്കുന്നവൻ ഒരിക്കലും തട്ടി വീഴില്ല, യഥാർത്ഥ ദിശയിൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ച കർത്താവ്, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരീക്ഷയ്ക്കും പ്രലോഭനത്തിനും കീഴ്പ്പെടാതെ പാപത്തെ തോൽപ്പിച്ച കർത്താവ്, മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം, മാമുദീസ കഴിഞ്ഞ് തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടി പോയ കർത്താവ്, ഉപവസിച്ചൊരുങ്ങാൻ പോയ കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ വന്ന പിശാചിനെ വചനം തന്നെ ഉദ്ധരിച്ച് തോൽപ്പിച്ച് പരാജയപ്പെടുത്തി പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒറ്റിക്കൊടുത്ത തള്ളിപ്പറഞ്ഞ ശിഷ്യരെ ഒട്ടും വെറുക്കാതെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പുതിയ മാനങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുത്ത ഏറ്റവും വലിയ മഹാനായ ഈശോ, ദൈവപുത്രനായ ഈശോ. അത് ദൈവപുത്രനെ സാധിക്കുകയുള്ളൂ ആ രീതിയിലേക്ക് മനുഷ്യരെ കാണാൻ. അപ്പോൾ ഒറ്റുകൊടുത്തവനെയും തള്ളി പറഞ്ഞവനെയും മാറോട് ചേർത്ത് പിടിച്ച് അവരെ കൂടി ഉൾപ്പെടുത്തി ഇൻക്ലൂസീവായിട്ട് കടന്നുപോയ കർത്താവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അന്നും ഇന്നും പിശാചിൻ്റെ പേടി സ്വപ്നമായവൻ, നമുക്കറിയാം ഇന്നും എത്രയോ പേരാണ് തിരുവചനം ധ്യാന കേന്ദ്രങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി പിശാച് ബാധയിൽ നിന്ന്, ഈശോയുടെ നാമത്തിൽ പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ മനുഷ്യർക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത എത്രയോ മനുഷ്യജീവിതങ്ങളെയാണ് ഈശോ തൻ്റെ അത്ഭുതകരമായിട്ടുള്ള ശക്തിപ്പെടുത്തലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈശോ ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ് താഴ്മയുടെ അടയാളമായ എല്ലാവരുടെയും കാല് കഴുകാൻ പോലും തയ്യാറായ കർത്താവ്, ആ കർത്താവിന് നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ എളിമയുടെ മനോഭാവം, അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ക്ഷമയുടെ മനോഭാവം എങ്ങനെയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാലോ, സാധാരണ ഒരു ക്രിമിനലിനോട്, ഒരു വലിയ കൊടും കുറ്റവാളികളോട് പോലും ചെയ്യാത്തത് പോലും കർത്താവിനെതിരായിട്ട് അവരുടെ കർത്താവിന് മേൽ തുപ്പി, കർത്താവിനെ മർദ്ദിച്ചു, കർത്താവിനെ ഒരുപാട് പീഡിപ്പിച്ചു. പക്ഷേ കർത്താവ് എല്ലാം നിശബ്ദനായി സഹിച്ചു. അതുകൊണ്ടാണല്ലോ ആ പീലാത്തോസിൻ്റെ അരമനയിൽ നിശബ്ദനായി സഹിച്ചു നിൽക്കുന്ന ഈശോയെ ധ്യാനിച്ചിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് യൂക്രിസ്റ്റിക് അമേസ്മെൻറ്റ്, ദിവികാരുണ്യ വിസ്മയമാണത്.
ദിവികാരൻ്റെ വിസ്മയമായിരുന്നു ആ ശാന്തത എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ പ്രബോധനം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആ ശാന്തത, ഏത് സാഹചര്യത്തിലും ശാന്തത കൈവിടാതെ നിൽക്കുന്ന ഈശോയുടെ മനോഭാവം. അതുപോലെ നമുക്കറിയാലോ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്ത ദൈവപുത്രൻ. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ ചാപ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ തൻ്റെ പുത്രൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്നേഹധനനായ പിതാവിൻ്റെ ചിത്രം. അപ്പോൾ പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. പാപി ഒരിക്കലും മുഴുവനായിട്ട് തള്ളിക്കളയേണ്ടതല്ല. പാപിയെ സ്നേഹിക്കാനും പാപിയുടെ തിരിച്ചുവരവിന് വേണ്ടി ക്ഷമാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം നമ്മൾ എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച, ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കർത്താവാണ് നമ്മുടെ ഗുരു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കുറ്റവും പാപവും കണ്ടെത്താൻ ആർക്കും കഴിയാതിരുന്നിട്ടും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈശോ. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പിലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്നത്, അതിന് മുമ്പും കർത്താവ് ചോദിച്ചിട്ടുണ്ട് പരസ്യ ജീവിതകാലത്ത്, നിങ്ങൾ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കും? ഈ ലോകത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിക്കും ഈ ലോക ചരിത്രത്തിൽ ഇങ്ങനെ സ്വയം ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കും എന്ന് ചോദിച്ച വ്യക്തി. അതുപോലെ നമുക്കറിയാം, ലോകത്തിനും മാനവരാശിക്കും വേണ്ടി സ്വന്തം ജീവൻ നൽകി കുരിശിൽ മരിച്ചവൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം, അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പാപം ചെയ്യാതിരിക്കെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച ഈശോ. അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് പാപത്തെയും മരണത്തെയും അതിജീവിച്ച് താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ച ഒരു ഈശോയുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാലചരിത്രത്തെ ജനനത്തിന് മുമ്പ് പിമ്പ് എന്ന് വെട്ടിമുറിച്ചവൻ. നമുക്കറിയാലോ, ഒരുപാട് മഹാന്മാർ ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവിനെ പോലെ കർത്താവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതും ജനനത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ രണ്ടായി മുറിച്ച് ബിഫോർ ക്രൈസ്റ്റ് BC എന്നും ആന്നോ ഡോമിനി ക്രിസ്തുവിൻ്റെ വർഷം എന്ന് പറഞ്ഞ് അങ്ങനെ ചരിത്രത്തെ രണ്ടാക്കി തിരിച്ച, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേര് ഫോളോ ചെയ്യുന്ന ആ കലണ്ടർ, അതിന് കാരണഭൂതനായി മാറിയത് ഈ ഈശോയാണെന്നുള്ള ചിത്രം. അതുപോലെ നമുക്കറിയാം, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനും ഭൂമിയിൽ നീതിയുടെ രാജ്യം സ്ഥാപിക്കാനും വീണ്ടും വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞവൻ. അതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കർത്താവ് നമ്മളെ വിധിക്കാനായിട്ട് വരും. നമ്മുടെ ജീവിതം പരിശോധിച്ച് കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പിതാവിൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കർത്താവ് വീണ്ടും കടന്നു വരും എന്നുള്ള ആ വലിയ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് ബൈബിളിൽ നിന്ന് ഈശോയെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, എത്ര വലിയ പാപിക്കും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും കർത്താവിൻ്റെ പക്കലേക്ക് വരാൻ ഇടമുണ്ടെന്ന് തെളിയിച്ചവൻ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞവനാണ് ഈശോ. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25 മുതൽ 30 വരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. അവിടെ കർത്താവ് ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ശിഷ്യന്മാരാകാൻ പോകുന്നവരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല, ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടില്ല, സിഖാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അധ്വാനിക്കുന്ന ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ അതിലെല്ലാം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ് റിലീജിയൻ, ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് റിലീജിയൻ. എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു മതമാണ്. അതാണ് ക്രിസ്തു, നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് പറയുന്നതാണ് ഓപ്പൺ ടു ഓൾ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ, കത്തോലിക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതിയും മതവും ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഗുരു തന്നെ, സഭയല്ല, ഗുരു തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ ക്ഷണിക്കുന്ന കർത്താവ് ഏത് സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആ സ്നേഹിതനോട് ഞാൻ പറഞ്ഞു, ഇത്രയും യോഗ്യതയുള്ള ഒരാൾ മാത്രമേ നിനക്ക് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ യോഗ്യതയുള്ള, ഇതിനേക്കാൾ പോപ്പുലാരിറ്റിയുള്ള, ഇതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയും ഈ ലോക ചരിത്രത്തിൽ നിനക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് സാധിക്കില്ല. അത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന, എന്നെ വീണ്ടെടുത്ത, എന്നെ സ്നേഹിക്കുന്ന സാക്ഷാൽ യേശു ദൈവപുത്രനാണ്, ലോകരക്ഷകനാണ്.
അവനിലാണ് നമ്മുടെ രക്ഷ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വേറൊരു നാമം നമുക്കായി നൽകപ്പെട്ടിട്ടില്ല. യേശു, ആ നാമമാണ് യേശു എന്ന നാമം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. യേശുവിനെ പോലെ ആരുമില്ല, യേശുവിനെ പോലെ ആരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായി ആരുമില്ല എന്ന് ചിന്തിച്ച് ധ്യാനിച്ച് ഏറ്റുപറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വേറെ രീതിയിൽ പറഞ്ഞാൽ മറ്റൊരു ദൈവം നമുക്കില്ല എന്നുള്ളതാണ്. അതിന് നമുക്കറിയാലോ, ബൈബിളിൽ തന്നെ അതിൻ്റേതായ ചില സാക്ഷ്യങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് രക്ഷയ്ക്കായി വേറൊരു ദൈവമില്ല എന്ന് പറയുന്നത്? അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ചിലപ്പോൾ പറയാറുണ്ട്, കത്തോലിക്ക സഭയെ കുറിച്ച് പറയുന്നൊരു അപരാധമുണ്ട്. ക്രിസ്തീയ സഭകളും എല്ലാം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെക്കുറിച്ച്. അതായത് കത്തോലിക്ക സഭയിൽ എങ്ങനെയായാലും കുഴപ്പമില്ല, ഒരു തീർച്ചയില്ല, മൂർച്ചയില്ല എന്നുള്ള, അതൊക്കെ വെറുതെ ചിലപ്പോൾ ഒരു പക്ഷേ കൈകാര്യം ചെയ്യുന്നവർ പറഞ്ഞു വരുമുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളായിരിക്കും. പക്ഷേ തിരുവചനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് ഈശോയുടെ യുണീക്ക്നെസ്, ഈശോയുടെ ആ അതുല്യത പറയുന്ന പലതരത്തിൽ പല വചനങ്ങൾ നമുക്ക് ബൈബിളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നമുക്കറിയാലോ, തീത്തൂസിന് കൊടുത്ത ലേഖനം, പൗലോസ്ലീഹായുടെ തീത്തൂസിന് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. അതായത് മറ്റൊരു ദൈവമില്ല. ആദിമസഭയെ കാറ്റീസം പഠിപ്പിച്ച പൗലോസ്ലീഹ മറ്റൊരു ദൈവമില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 4:12 പറയാണ് മറ്റൊരു നാമമില്ല എന്ന് പറയാണ്. വചനം തന്നെ നമ്മളോട് പറയാണ്. അത് പിന്നീട് പറയുന്നതല്ല, ആദിമസഭയിൽ എഴുതപ്പെട്ട അവരുടെ വിശ്വാസമാണ് ലൂക്കാ സുവിശേഷകൻ തൻ്റെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുള്ളത്. മറ്റൊരു പ്രബോധനമില്ല നമുക്ക്. യോഹന്നാൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു പ്രബോധനം നമുക്ക് കിട്ടാനില്ല. അതുപോലെ കൊരിന്ത്യക്കാർക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയാണ് മറ്റൊരു അടിസ്ഥാനമില്ല നമുക്ക്. ക്രിസ്തു അല്ലാതെ വേറൊരു അടിസ്ഥാനമില്ല. നമ്മുടെ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു ആകുന്ന മൂലക്കല്ലിൽ പണിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു രക്ഷയില്ല, മറ്റൊരു സുവിശേഷമില്ല. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം വെളിപാടിലൂടെ ലഭിച്ചത് പകർന്നു കൊടുത്ത പൗലോസ്ലീഹ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ടൊരു സുവിശേഷം ഞാൻ തന്നെ വന്ന് പറഞ്ഞാലും നിങ്ങളത് സ്വീകരിക്കരുത്. മറ്റൊരു സുവിശേഷം നമുക്കില്ല. വെളിപാടിലൂടെ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആ സുവിശേഷമാണ്. ദാറ്റ്സ് എ യുണീക്ക് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ആ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അതുപോലെ തന്നെ കർത്താവ് തന്നെ നേരിട്ട് നമ്മുടെ പിതാവായ തോമാസിനോട് പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു വഴിയില്ല. ഐ ആം ദ വേ ടു ദ സാൽവേഷൻ, ഐ ആം ദ വേ ടു ദ ഫാദർ, ഐ ആം ദ വേ ടു ഹെവൻ. ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വഴി, ഞാനാണ് പിതാവിലേക്കുള്ള വഴി എന്ന് കൃത്യമായിട്ട് പറഞ്ഞ കർത്താവ് തോമാസ്ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് തന്നെ പറയാണ് ദെർ ഈസ് നോ എ വേ അതർ ദാൻ മൈസെൽഫ്. മറ്റൊരു വഴിയില്ല. ജോൺ 14:6. റോമക്കാർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയാണ് മറ്റൊരു ശക്തിയില്ല നമുക്ക്. ക്രിസ്തു അല്ലാതെ മറ്റൊരു ശക്തി നമുക്കില്ല എന്ന് പറയാണ്. എഫെസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയാണ് മറ്റൊരു മൂലക്കല്ലില്ല നമുക്ക്. ദെർ ഈസ് നോ അതർ ഫൗണ്ടേഷൻ. ക്രിസ്തു അല്ലാതെ വേറൊരു ഫൗണ്ടേഷൻ നമുക്ക് ഇല്ല എന്ന് പൗലോസ്ലീഹ ആദിമസഭയെ പഠിപ്പിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ് ഫോർ അസ്. ഈശോയാണ് നമുക്ക് എല്ലാം. കണ്ടമാനിൽ കൊല്ലാൻ വന്ന തീവ്രവാദികളുടെ മുമ്പിൽ നിന്ന പാവപ്പെട്ടൊരു കുടുംബം, പാവപ്പെട്ട 2 കുട്ടികളും ഭാര്യ ഭർത്താവും, അവരുടെ മുമ്പിൽ മണ്ണെണ്ണ നിറച്ച കാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ യേശുവിന് തള്ളി പറഞ്ഞില്ലെങ്കിൽ ഈ കാനിലിരിക്കുന്ന മണ്ണെണ്ണ നിങ്ങളുടെ മേലെ വരും, നിങ്ങൾ കത്തിക്കൂമ്പ ഒരു തീപ്പന്തമായിട്ട് മാറും. അവർ പറഞ്ഞ വാക്കുകളാണിത് പ്രിയപ്പെട്ടവരെ. അത് ആദ്യ നൂറ്റാണ്ടിലല്ല, ഈ നൂറ്റാണ്ടിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് എവ്രിതിങ് ഫോർ അസ്. ഈശോയാണ് ഞങ്ങൾക്കെല്ലാം. നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഈശോ നാമം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഈശോ എനിക്ക് ആരാണ്? ഈ ഈശോയുടെ യുണീക്ക്നെസ് ഉയർത്തിക്കാട്ടാൻ
എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ സാക്ഷ്യങ്ങളും എൻ്റെ പെരുമാറ്റം വഴി എന്തുമാത്രം ആവേശത്തോടു കൂടി നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിന്താവിഷയമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ആദിമസഭയിലുണ്ടായിരുന്ന ഈ ഈശോയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരിക്കലും വെള്ളം ചേർക്കാതെ, അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കത്തോലിക്ക സഭയിൽ എന്തും ആകാം. മറ്റു സഭ ചില ആളുകളുണ്ട് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് മറ്റു ക്രിസ്തീയ സഭകളിൽ നിന്നൊക്കെ മറ്റ് മതങ്ങളിലേക്ക് പോയിട്ട് പിന്നീട് വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ അബൌട്ട് ദാറ്റ് എന്ന് ചോദിച്ചു. ചിലർ പറയാറുണ്ട് ഞങ്ങൾ മതം മാറി എന്നുള്ളത് ശരിയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് മതം മാറിയത്? ഇവിടെ ഞങ്ങൾ വരുമ്പോൾ അതിനൊരു തീർച്ചയും മൂർച്ചയുമുണ്ട്. കത്തോലിക്ക സഭയിൽ തീർച്ചയും മൂർച്ചയില്ല. അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നുള്ള രീതിയിലുള്ള അതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് പലരിലൂടെ കടന്നു വന്നിട്ടുള്ള, ചിലപ്പോൾ ഒരു പക്ഷേ വ്യാഖ്യാനിക്കുന്നവർ കടന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ വചനം, നമ്മുടെ സഭയുടെ പ്രബോധനം ആദിമസഭയിലും പിന്നീടും കാണുന്നത്. അതുപോലെ തന്നെ ഇന്നും ലോകത്തിന് പല ഇടങ്ങളിലുള്ള നമ്മുടെ സാക്ഷി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ക്രിസ്തുവിൻ്റെ യുണീക്നെസ് കൃത്യമായിട്ട് എടുത്തു പറയുന്ന സാക്ഷ്യമാണ്. അതുകൊണ്ട് ആ സാക്ഷ്യത്തിൽ വളരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിന് നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടിസ്ഥാനം മനസ്സിലാക്കി ഈശോയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ബോധ്യത്തോടു കൂടി ഈശോയെയും സഭയെയും പരസ്യമായി ഏറ്റുപറയുന്ന തൻ്റെ ഇടമുള്ള ബോധ്യമുള്ള ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ നമ്മുടെ സഭയിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥനയും എൻ്റെ ആശംസയും. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.